NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ കോട്ടയത്തും ഫ്ലക്സ്. ചേന്നാട് കരയോഗം അംഗങ്ങൾ എന്ന പേരിലാണ് ഈ ഫ്ലക്സ് ഉയർന്നിരിക്കുന്നത്. അയ്യപ്പ വിശ്വാസികളെയും സമുദായ അംഗങ്ങളെയും ജി സുകുമാരൻ നായർ വഞ്ചിച്ചു എന്നാണ് ഫ്ലക്സിൽ പരാമർശമുള്ളത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ അതോ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു നീക്കമാണോ? SK, നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നുള്ള നിലയിലാണ് സുകുമാരൻ നായർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ആവർത്തിച്ച് വരുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമായി നമുക്കും കാണാൻ സാധിക്കില്ല. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ചേന്നാട് NSS കരയോഗത്തിന്റെ കെട്ടിടത്തിന് മുന്നിലാണ് ഫ്ലെക്സ് ബോർഡ് വന്നിരിക്കുന്നത്. 652-ാം കരയോഗമാണ്. അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് അവിടുത്തെ പ്രസിഡന്റ് അടക്കമുള്ളവർ സ്ഥാപിച്ചു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അതിൽ പറഞ്ഞിരിക്കുന്നത് അയ്യപ്പ വിശ്വാസികളെയും കരയോഗ അംഗങ്ങളെയും വഞ്ചിച്ച സുകുമാരൻ നായർ രാജിവെക്കണമെന്നൊരു ആവശ്യമാണ് ഇതിൽ ഉയർന്നു വന്നിരിക്കുന്നത്, ഈ ഫ്ലെക്സിലുള്ളത്. നമ്മൾ ഇന്നലെ പത്തനംതിട്ടയിൽ 2 സ്ഥലത്ത് ഫ്ലെക്സ് ബോർഡുകൾ കണ്ടു. ചങ്ങനാശ്ശേരിയിൽ രാജി കണ്ടു. അതുപോലെ തന്നെ എറണാകുളത്ത് പ്രതിഷേധം ശക്തമായിട്ട് ഉന്നയിക്കുന്നത് കണ്ടു. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഒരു നിലപാട് മാറ്റത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. എന്തായാലും ഇന്ന് നിർണായകമായിട്ടുള്ള ആ ഒരു പ്രതിനിധി യോഗം ചേരുന്നുണ്ട്. ബജറ്റ് ചർച്ചകളാണ് നടക്കുന്നതെങ്കിൽ പോലും ഈ നിലപാട് മാറ്റം എന്തുകൊണ്ട് എന്നുള്ള കാര്യത്തിൽ സുകുമാരൻ നായർക്ക് ഒരു വിശദീകരണം നൽകേണ്ടി വരും. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ഒന്നിനു പിറകെ ഒന്നൊന്നായി ഉയർന്നു വരുന്നൊരു പശ്ചാത്തലത്തിൽ ആ ഒരു എന്തായിരിക്കും സുകുമാരൻ നായർ ഒരു വിശദീകരണം നൽകുക എന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആ വിശദീകരണം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ ശമിപ്പിക്കാൻ അല്ലെങ്കിൽ അത് അണയ്ക്കാൻ പ്രാപ്തമാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് അറിയാനും സാധിക്കും. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.